നഷ്ടപ്പെട്ടാൽ നിസ്കാരം ബാത്തിലാണ്. നമുക്കതിന്റെ ഗൗരവമുണ്ട് അല്ലെ? ഇപ്പൊ നമ്മൾ നിസ്കരിക്കുമ്പോ ഒരാൾ എന്ത് ചെയ്തിട്ടില്ല, ഒരു സുജൂദ് ചെയ്തിട്ടില്ല, ഒരു നിസ്കാരത്തിന്റെ ഹുക്ം എന്താ? ബാത്തിലല്ലേ? നിസ്കാരം ബാത്തിലാണ്. നമ്മൾ എന്ത് ചെയ്യും? ഓരോട് മാറ്റിസ്കരിക്കാൻ പറയും. നമ്മളാണോ കരുതിക്കൂട്ടി സുജൂദ് ഒഴിവാക്കിയത്? നമ്മൾ എന്ത് ചെയ്യും? മാറ്റിസ്കരിക്കും. കാരണം നമുക്കത് ചെറുപ്പത്തിലേ പഠിച്ചതിന്റെ ബോധ്യം അത് മനസ്സിലൊരു ഗൗരവത്തിലുണ്ട്. ഒരാൾ റുക്കു ചെയ്തില്ല അല്ലെങ്കിൽ ഫാത്തിഹ ഓതില്ല നിസ്കാരത്തില്, ഓരോ നിസ്കാരം ബാത്തിലാണ്. നമുക്കും ബോധ്യമുണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ നമ്മൾ മാറ്റിസ്കരിക്കും. അതുപോലെ നിസ്കാരത്തിന്റെ ആ ഫർദുകൾ പോലെ, നിസ്കാരത്തിന്റെ റുക്കുനുകൾ പോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തിന് 2 റുക്കുനുകളുണ്ട്. ഒന്ന് അൽ ഇസ്ബാത്ത്, രണ്ട് വൻ നഫി. ഇസ്ബാത്ത് എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ, ആദ്യം നഫി, നിഷേധിക്കുക. അഥവാ ലാ ഇലാഹ, ഇലാഹായിട്ട് ആരുമില്ല, ആരാധിക്കപ്പെടാൻ അർഹനായിട്ട് ഒരാളുമില്ല, എല്ലാത്തിനെയും നിഷേധിക്കുക, ഒരു ഇലാഹും ഇല്ല. അതാണ് നഫി, നിഷേധം. മനസ്സിൽ നിന്ന് എല്ലാ ആശ്രയങ്ങളെയും മാറ്റി വെക്കുക, എല്ലാ ആശ്രയങ്ങളെയും മാറ്റാം. ഒരു ഇലാഹുമില്ല, ആരാധിക്കപ്പെടാൻ ഈ ഭൂമി ലോകത്ത് ഒരു സാധനമില്ല, മനുഷ്യനാണെങ്കിലും വസ്തുവാണെങ്കിലും എന്താണെങ്കിലും അള്ളാന്റെ ഒരു സൃഷ്ടിയും ആരാധിക്കപ്പെടാൻ ഇലാഹായിട്ട് അർഹനായിട്ട് ആരുമില്ല. അതാണ് നിഷേധം, എല്ലാത്തിനും നിഷേധിക്കുക. രണ്ടാമത്തെ സ്ഥിരീകരണമാണ് ഇല്ലല്ലാ, അള്ളാഹു അല്ലാതെ. അപ്പൊ എല്ലാത്തിനെയും നിഷേധിക്കുക, അള്ളാഹുവിനെ സ്ഥിരപ്പെടുത്തുക. ഈ 2 റുക്കിന്. ഇത് ഒന്ന് നഷ്ടപ്പെട്ടാൽ ഓന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ബാത്തിലായി, ഓന്റെ ഷഹാദത്ത് ബാത്തിലായി. പിന്നെ ഓൻ ഏതുപോലെ മുസ്ലിം ആകണം? നമ്മൾ മാറ്റിസ്കരിക്കുമല്ലോ രണ്ടാമത്, അതേപോലെ ഷഹാദത്ത് പറഞ്ഞ മുസ്ലിമാണ്. ഓന്റെ ഷഹാദത്ത് ബാത്തിലാണ്. കാരണം നിസ്കാരത്തിന്റെ ഗൗരവം നമുക്ക് തിരിയുന്നുണ്ട്. കാരണം എന്താ? ചെറുപ്പത്തിലേ പഠിച്ചിട്ടുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ്ന്റെ റുക്കിന് പഠിച്ചിട്ടില്ല, നമ്മളെ പഠിപ്പിച്ചിട്ടില്ല. അതാരോ മൂടി വെച്ചു ആ ഇൽമ്. അതിന്റെ അറിവ് ആരോ മറക്കപ്പെട്ടു, അല്ലെങ്കിൽ പഠിപ്പിക്കപ്പെട്ടിട്ടില്ല ഈ സമൂഹത്തിന്, ഈ സമുദായത്തിന്. അത് ഇല്ലാതായി, ആ ഇൽമില്ലാതായി. ഒന്ന് നഫി, 2 ഇസ്ബാത്ത്, സ്ഥിരപ്പെടുത്തുക. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്ത് പറയുന്നത്. വലഖദ് ബഅസ്നാ, നാം നിയോഗിച്ചു, ഫീ കുല്ലി ഉമ്മത്തിൻ, എല്ലാ സമുദായത്തിലേക്കും നാം നിയോഗിച്ചു, റസൂലൻ, പ്രവാചകന്മാരെ, നബിമാരെ, മുർസലീങ്ങളെ നാം നിയോഗിച്ചു. എന്തിന്? അനിഅ്ബുദുല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ മാത്രം അവർ ഇബാദത്ത് ചെയ്യാൻ, അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യാൻ. അതാണ് സ്ഥിരീകരണം, ഇസ്ബാത്താണ്. വജ്തനിബു അത്താഗൂത്ത്, താഗൂത്തിനൊക്കെ നിഷേധിക്കാൻ. ഇപ്പൊ ഈ 2 വേണം. ഒരാൾ അള്ളാഹനെ അങ്ങേയറ്റം അംഗീകരിക്കുന്നുണ്ട്, എല്ലാ ഇബാദത്തും അള്ളാഹ്ക്ക് ചെയ്യുന്നുണ്ട്, നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, എല്ലാം അള്ളാഹ്ക്ക് വേണ്ടി